നമസ്കാരം, മാസ്റ്ററിങ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ക്ലാസ്സുകൾ കഴിഞ്ഞിരിക്കുന്നത് വേഡ്, എക്സൽ, പവർ പോയിൻ്റ് ആണ്. അപ്പം ഇതിൻ്റെ മൂന്നിൻ്റെയും ക്ലാസ്സുകളും പ്രാക്ടിക്കലുകളും നമ്മൾ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്നും ഇനിയും കൂടുതൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് ലാസ്റ്റിൽ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് കമ്പ്യൂട്ടർ ബേസിക്കിൽ നിന്നുള്ള ടോപ്പിക്കുകളാണ്. അപ്പോൾ ക്ലാസ്സുകളിലേക്ക് കിടക്കാം. ബേസിക് ഓഫ് കമ്പ്യൂട്ടർ. എന്താണ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ? അപ്പോൾ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. ഇലക്ട്രോണിക് ഡിവൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രിസിറ്റി വെച്ച് വർക്ക് ചെയ്യുന്ന ഡിവൈസസിനെ നമുക്ക് എന്താ പറയാം? ഇലക്ട്രോണിക് ഡിവൈസ് എന്ന് പറയാം. അപ്പോൾ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. അതെന്ത് ചെയ്യുന്നുണ്ട്? ചില ഡേറ്റാസിനെ റിസീവ് ചെയ്യുന്നുണ്ട്. റിസീവ് ഡേറ്റ. അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ഡേറ്റാസിനെ അത് പ്രോസസ്സ് ചെയ്യും. എന്ത് പ്രോസസ്സാണോ അവിടെ ചെയ്യേണ്ടത് ആ പ്രോസസ്സിങ് ചെയ്തതിന് ശേഷം അതിൻ്റെ റിസൾട്ടിനെ നമുക്ക് തിരിച്ച് തരുന്നു. Computer is an electronic device that receive data, process it and give meaningful information. നമ്മൾ കൊടുക്കുന്ന ഡേറ്റാസിനെ റിസീവ് ചെയ്ത് അതിനെ പ്രോസസ്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു മീനിങ് ആയിട്ടുള്ള ഔട്ട്കം അല്ലെങ്കിൽ റിസൾട്ട് അല്ലെങ്കിൽ ഇൻഫർമേഷനെ തരുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസിനെയാണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ കമ്പ്യൂട്ടറിന് ഒരു ഫുൾ ഫോം ഉണ്ട്. കോമൺ ഓറിയൻറ്റഡ് machine particularly used for training, education ആൻഡ് റിസർച്ച് എന്നതാണ് കമ്പ്യൂട്ടറിൻ്റെ ഫുൾ ഫോം. ഇനി നമുക്ക് ഡേറ്റ എന്താണെന്ന് നോക്കാം. ഡേറ്റ ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഫാക്റ്റ് ആൻഡ് ഫിഗേഴ്സ്. കുറച്ച് ഫാക്ട്സ് അല്ലെങ്കിൽ ഫിഗേഴ്സിൻ്റെയൊക്കെ കളക്ഷനെയാണ് ഡേറ്റ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇൻഫർമേഷൻ? പ്രോസസ്ഡ് ഡേറ്റ ഈസ് കോൾഡ് ഇൻഫർമേഷൻ. ഡേറ്റയെ നമ്മൾ പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ എന്തായി മാറും? അത് ഇൻഫർമേഷനായി മാറും. ഇപ്പോൾ 1 എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡേറ്റയാണ്. 3 എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡേറ്റയാണ്. അപ്പോൾ ഈ ഡേറ്റ 1ഉം 3ഉം രണ്ട് നമ്പേഴ്സ് നമുക്കുണ്ട്. അപ്പം 1 + 3 = എന്ന് പറഞ്ഞാൽ 1നെയും 3യെയും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് റിസൾട്ട് കിട്ടും? 4 എന്ന റിസൾട്ട് കിട്ടും. അതാണ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രോസസ്സ് ചെയ്തു. ഇതിന് എന്ത് പ്രോസസ്സാണ് അവിടെ നടന്നത്? അഡിഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് നടന്നത്. ആ പ്രോസസ്സ് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്ന ആ റിസൾട്ടിനെയാണ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, എന്താണ് ഡേറ്റ പ്രോസസ്സിംഗ്? എ സെറ്റ് ഓഫ് ആക്ഷൻസ് പെർഫോംഡ് ബൈ ദ കമ്പ്യൂട്ടർ ടു കൺവേർട്ട് ഡേറ്റ ഇൻറ്റു മീനിങ് ഇൻഫർമേഷൻ. ഒരു ഡേറ്റയെ അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ഡേറ്റാസിനെ മീനിങ് ഇൻഫോർമേഷനാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് കമ്പ്യൂട്ടറിൽ നടക്കുന്ന ഒരു സെറ്റ് ഓഫ് ആക്ഷനെയാണ് ഡേറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു എന്താ? ഡേറ്റ ഉണ്ട്. ആ ഡേറ്റയെ പ്രോസസ്സ് ചെയ്തതിന് ശേഷം കിട്ടുന്ന റിസൾട്ട്. അപ്പോൾ ഈ പ്രോസസ്സ് ചെയ്യണമെങ്കിൽ അതിനകത്ത് കുറേ ആക്ഷൻസ് നടക്കണം. ആ ആക്ഷൻസിനെ ആണ് ഡേറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ ആണ്. ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ മനസ്സിലാക്കണം എന്താണ് ജനറേഷൻ. ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയ സമയം മുതൽ ഇന്ന് വരെ ഉള്ള കാലഘട്ടത്തിൽ അതിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് അതിനെയാണ് ജനറേഷൻസ് എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് തന്നെ അറിയാം, ആദ്യകാലത്തൊക്കെ കമ്പ്യൂട്ടർ എന്തായിരുന്നു? ബിഗ് സൈസിലുള്ള കമ്പ്യൂട്ടേഴ്സ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. ഇപ്പോൾ എന്താണ്? സൈസ് കുറഞ്ഞു വന്ന് നമ്മുടെ കയ്യിൽ വെച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കമ്പ്യൂട്ടേഴ്സ് വരെ ആയി. അപ്പോൾ ഈ ജനറേഷൻ അതിൻ്റെ ഡെവലപ്മെൻറ്റ് തുടങ്ങിയപ്പോൾ, അതായത് കമ്പ്യൂട്ടറിൻ്റെ ആദ്യകാലത്ത് നമ്മൾ യൂസ് ചെയ്തിരുന്ന കമ്പ്യൂട്ടർ മുതൽ ഇന്ന് വരെ എന്തൊക്കെ മാറ്റങ്ങളാണ് കമ്പ്യൂട്ടറിൻ്റെ ഡെവലപ്മെൻറ്റിലുണ്ടായത് അതിനെയാണ് ജനറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡെവലപ്മെൻറ്റ് പ്രോസസ്സിൽ കമ്പ്യൂട്ടറിന് മെയിനായിട്ടും 5 ജനറേഷൻസ് ആണ് ഉള്ളത്. ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ, ഫോർത്ത് ജനറേഷൻ ആൻഡ് ഫിഫ്ത്ത് ജനറേഷൻ. ഇങ്ങനെ 5 ജനറേഷൻസ് ആണുള്ളത്. അപ്പോൾ ഓരോ ജനറേഷനിലും യൂസ് ചെയ്തിരിക്കുന്ന ഡിവൈസസ് ഏതാണ്, ആ ജനറേഷൻ്റെ കാലഘട്ടം എന്താണ് എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് നോക്കാം.
ജനറേഷൻസിൽ എന്തൊക്കെയാണ് പറയുന്നത്. ഇപ്പം നോക്കിയേ, ഫസ്റ്റ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ 1940 മുതൽ 56 വരെയായിരുന്നു ഫസ്റ്റ് ജനറേഷൻ്റെ കാലഘട്ടം. ഈ ഫസ്റ്റ് ജനറേഷനിൽ യൂസ് ചെയ്തിരുന്ന ഡിവൈസ് എന്ന് പറയുന്നത് വാക്വം ട്യൂബ്സ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. എന്താണ് വാക്വം ട്യൂബ്സ്? അപ്പം എക്സാമിന് ചോദിക്കാം, വാക്വം ട്യൂബ്സ് ഈസ് യൂസ്ഡ് ഇൻ ഡാഷ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടർ. ഏത് ജനറേഷനാണ്? ഫസ്റ്റ് ജനറേഷൻ. അല്ലെങ്കിൽ ഫസ്റ്റ് ജനറേഷൻ ഡാഷ് ഈസ് യൂസ്ഡ് ഇൻ ഫസ്റ്റ് ജനറേഷൻ എന്ന് ചോദിക്കാം. എന്താണ്? വാക്വം ട്യൂബ്സ് ആണ് യൂസ് ചെയ്തിരുന്നത്. അപ്പം 1940 തൊട്ട് 56 വരെയാണ് ഫസ്റ്റ് ജനറേഷൻ യൂസ് ചെയ്തിരുന്നത്. വാക്വം ട്യൂബ്സ് ആണ് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ആദ്യത്തെ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ഡെവലപ്പ് ചെയ്തത് ഏത് ജനറേഷനിലാണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ജനറേഷനിലാണ് ഡെവലപ്പ് ചെയ്തത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? US ആർമി റിസർച്ച് യൂണിറ്റ് ആണ് ആദ്യത്തെ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ഡെവലപ്പ് ചെയ്തത്. ഇതിനെ അറിയപ്പെട്ടിരുന്ന പേര് ENIAC എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ENIAC എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ന്യൂമെറിക്കൽ ഇൻ്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ എന്നാണ് ENIACൻ്റെ ഫുൾ ഫോം. അപ്പോൾ ENIAC എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ന്യൂമെറിക്കൽ ഇൻ്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ. വേണ്ടുന്നവരൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. അപ്പോൾ ENIACൻ്റെ ഫുൾ ഫോം ഇലക്ട്രോണിക് ന്യൂമെറിക്കൽ ഇൻ്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ. ഇതായിരുന്നു ആദ്യത്തെ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അതിനുശേഷം ഡേറ്റാസ് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഡിവൈസ് കണ്ടുപിടിക്കണം എന്ന് തോന്നിയിട്ട് പ്രൊഫസർ ജോൺ വോൺ ന്യൂമാൻ ഡെവലപ്പ് ചെയ്ത ഒരു കമ്പ്യൂട്ടർ ഉണ്ട്. അതാണ് EDSAC. ഇതിനെ ഇലക്ട്രോണിക് ഡിലേ സ്റ്റോറേജ് ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റർ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡിലേ സ്റ്റോറേജ് ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം നമ്മൾ പറഞ്ഞത് വേറൊന്നുമല്ല, ENIAC, EDSAC ഇതൊക്കെ നിലവിൽ വന്നത് ഏത് കാലഘട്ടത്തിലാണ് അല്ലെങ്കിൽ ഏത് ജനറേഷനിലാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഫസ്റ്റ് ജനറേഷനിലാണ് ENIAC, EDSAC ഒക്കെ വന്നത്. ഇനി ഈ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അതിന് ലാർജ് സൈസ് ആയിരുന്നു. വലിയ സൈസിലുള്ള കമ്പ്യൂട്ടേഴ്സ് ആയിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി വളരെ കുറവായിരുന്നു, സ്പീഡ് വളരെ കുറവായിരുന്നു. അതിനുശേഷം 56 മുതൽ 63 വരെയാണ് സെക്കൻഡ് ജനറേഷൻ എന്ന് പറയുന്നത്. 56 മുതൽ 63 വരെ സെക്കൻഡ് ജനറേഷൻ. സെക്കൻഡ് ജനറേഷനിൽ യൂസ് ചെയ്തിരുന്ന ഡിവൈസ് ഏതാണെന്ന് ചോദിച്ചാൽ ട്രാൻസിസ്റ്റേഴ്സ് ആണ് സെക്കൻഡ് ജനറേഷനിൽ യൂസ് ചെയ്തിരുന്ന ഡിവൈസ്. അപ്പോൾ ഫസ്റ്റ് ജനറേഷനെ വെച്ച് നോക്കുമ്പോൾ സെക്കൻഡ് ജനറേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ജനറേഷൻ നമ്മൾ പറഞ്ഞു ലാർജ് സൈസ് ആയിരുന്നു എന്ന്. സെക്കൻഡ് ജനറേഷനിൽ വന്നപ്പോഴത്തേക്കും സൈസ് കുറഞ്ഞു. അതുപോലെ തന്നെ അതിൻ്റെ പ്രോസസ്സിംഗ് സ്പീഡും മെമ്മറി കപ്പാസിറ്റിയും ഇൻക്രീസ് ചെയ്തു. ഏതിനെ വെച്ച് നോക്കുമ്പോൾ? ഫസ്റ്റ് ജനറേഷനെ വെച്ച് നോക്കുമ്പോൾ. ഇനി അടുത്ത തേർഡ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ 1963 വരെയായിരുന്നു സെക്കൻഡ് ജനറേഷൻ. 64 തൊട്ട് 71 വരെയാണ് തേർഡ് ജനറേഷൻ. തേർഡ് ജനറേഷനിൽ യൂസ് ചെയ്തിരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ IC ചിപ്സ് അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ചിപ്സ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. IC ചിപ്സ് ഏത് ജനറേഷനിലാണ്? തേർഡ് ജനറേഷനിലാണ് യൂസ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ഒക്കെ വന്നത് ഏത് ജനറേഷനിലാണെന്ന് ചോദിച്ചാൽ തേർഡ് ജനറേഷനിലാണ് വന്നത്. ഇനി അടുത്ത 1971 മുതൽ പ്രസൻറ്റ് ഇപ്പോഴും ഏതാണ്? ഫോർത്ത് ജനറേഷനാണ്. അതിൽ യൂസ് ചെയ്തിരുന്ന ഡിവൈസ് ഏതാണെന്ന് ചോദിച്ചാൽ മൈക്രോ പ്രോസസ്സറാണ് ഫോർത്ത് ജനറേഷനിൽ യൂസ് ചെയ്തിരുന്നത്. ഇനി ഫോർത്ത് ജനറേഷനിൽ യൂസ് ചെയ്തിരുന്ന ടെക്നോളജി ഏതാണെന്ന് ചോദിച്ചാൽ VLSI ആണ്. VLSI എന്ന് പറഞ്ഞാൽ വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ എന്നാണ്. അപ്പോൾ ഫോർത്ത് ജനറേഷനിൽ യൂസ് ചെയ്തിരുന്ന ടെക്നോളജി VLSI ആണ്. മൈക്രോ പ്രോസസ്സറാണ് ഫോർത്ത് ജനറേഷനിൽ യൂസ് ചെയ്തിരുന്നത്. ഇനി ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് വന്നത് ഏത് ജനറേഷനിലാണെന്ന് ചോദിച്ചാൽ ഫോർത്ത് ജനറേഷനിലാണ്. GUI എന്ന് പറഞ്ഞാൽ ഫുൾ ഫോമൊക്കെ എക്സാമിന് ചോദിക്കാറുണ്ട്. GUI എന്ന് പറഞ്ഞാൽ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ്. ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് എന്ന് വെച്ചാൽ എന്താ? നമ്മൾ ഗ്രാഫിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് കമ്പ്യൂട്ടറുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യാൻ തുടങ്ങിയത് ഏത് ജനറേഷൻ മുതലാണ്? ഫോർത്ത് ജനറേഷൻ മുതലാണ്.
ഇനി അടുത്തത് 5th ജനറേഷൻ ആണ്. 5th ജനറേഷൻ എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് ആൻഡ് ബിയോണ്ട്. ഇപ്പോൾ മുതൽ അങ്ങോട്ടേക്ക് ഇതാണ് 5th ജനറേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നോളജി എന്ന് പറയുന്നത് ULSI ആണ്. ULSI എന്ന് പറഞ്ഞാൽ അൾട്രാ ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ. ഇപ്പോൾ 4th VLSI വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ, 5th അൾട്രാ ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ ആണ്. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്തത് ഏത് ജനറേഷനിലാണ്? 5th ജനറേഷനിലാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൃത്രിമ ബുദ്ധി. നമ്മുടെ റോബോട്ടുകളൊക്കെ വർക്ക് ചെയ്യാൻ തുടങ്ങിയത് ഏത് ജനറേഷനിലാണ്? 5th ജനറേഷനിലാണ്. റോബോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് സ്വന്തമായിട്ട് ഒരു ബുദ്ധി ഉപയോഗിച്ച് വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ? ഇല്ല. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ AI യൂസ് ചെയ്തിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസിനനുസരിച്ച് മാത്രമേ അത് വർക്ക് ചെയ്യത്തുള്ളൂ. അതുപോലെ നമ്മുടെ AI ക്യാമറാസ് ഒക്കെ നമ്മുടെ ഏത് ജനറേഷനിലാണ്? 5th ജനറേഷനിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് 5 ജനറേഷൻസ് ആണ് കമ്പ്യൂട്ടറിനുള്ളത്. 1st ജനറേഷൻ, 2nd, 3rd, 4th ആൻഡ് 5th. ഇനി എഡ്സാക്കും വെനിയാക്കും 1st ജനറേഷനിലാണ് വന്നത്. 1st ജനറേഷനിൽ 1940 മുതൽ 56 വരെയാണ് യൂസ് ചെയ്തിരുന്നത് വാക്യൂം ട്യൂബ്സ് ആണ്. 2nd ജനറേഷൻ 56 മുതൽ 63 വരെയാണ് ട്രാൻസിസ്റ്റേഴ്സ് ആണ് യൂസ് ചെയ്തിരുന്നത്. ഇനി 3rd ജനറേഷൻ എന്ന് പറയുന്നത് 64 മുതൽ 71 വരെയാണ് IC ചിപ്സ് ആണ് യൂസ് ചെയ്തിരുന്നത്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ഒക്കെ വന്നത് 3rd ജനറേഷനിലാണ്. 4th ജനറേഷൻ എന്ന് പറയുന്നത് 71 മുതൽ പ്രസൻറ്റ് വരെയാണ്. അതുപോലെ തന്നെ മൈക്രോ പ്രോസസ്സർ ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. ടെക്നോളജി എന്ന് പറയുന്നത് VLSI ആണ്. VLSI എന്ന് പറഞ്ഞാൽ വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ ആണ്. അതുപോലെ തന്നെ GUI ഗ്രാഫിക് യൂസർ ഇന്റർഫേസ്, മൗസ്, ഹാൻഡ് ഹെൽഡ് ഡിവൈസസ് ഒക്കെ വന്നത് 4th ജനറേഷനിലാണ്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ 5th ജനറേഷൻ ആണ്. പ്രസന്റ് ആൻഡ് ബിയോണ്ട് ആണ്. ടെക്നോളജി എന്ന് പറയുന്നത് ULSI ആണ്. അൾട്രാ ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ ആണ്. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ് ചെയ്തിരിക്കുന്നതാണ് 5th ജനറേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ലാംഗ്വേജസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും അതനുസരിച്ച് വർക്ക് ചെയ്യാനും പറ്റുന്ന ഡിവൈസസ് ആണ് 5th ജനറേഷനിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ജനറേഷൻ വരെയാണ് നമ്മൾ പഠിച്ചത്. ബാക്കിയുള്ള ഡീറ്റെയിൽഡ് ക്ലാസ്സുകൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ PDF നോട്ട്സ് നമ്മുടെ മാസ്റ്റർ എഡ്യൂടെക്കിൻ്റെ ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നോട്ട്സൊക്കെ ആവശ്യമുള്ളവർ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുപോലെ തന്നെ ക്ലാസ്സിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. താങ്ക്